എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് പൂച്ചയ്ക്കും കുറച്ച് കിളികൾക്കും ഭക്ഷണം കൊടുക്കുന്നതാണ്. പൂച്ച ഇവിടെ അടുത്തുള്ള പൂച്ചയാണ്, ഇവിടെ വരും. നമ്മുടെ പാറു എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കും. അതുകൊണ്ട് ഞാനായിട്ട് വളരെ അടുപ്പാണ്. ഇന്ന് നല്ലപോലെ കഴിക്കും, നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, ചോറും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ നല്ലപോലെ കഴിച്ചിട്ട് ഇന്ന് പോവുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരും, ഈ വഴിക്ക് പോവും, ഇവിടുന്ന് ഭക്ഷണം കഴിക്കും, അവരുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കും. അങ്ങനെ ആൾ വളരെ ഹാപ്പിയാണ്. നല്ല പൂച്ചയാണ്, നല്ല സ്നേഹമാണ്. പാറ ഒന്ന് വിളിച്ചാൽ ഓടും. അപ്പോൾ അവരുടെ ഹൗസ് ഓണർ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടും. അപ്പോൾ പാറുവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ മൈന എത്തിയിട്ടുണ്ട്. പാറു അവിടെ നിന്ന് പോയി. മൈനകൾ 2 വന്നിട്ടുണ്ട്. മൈനകളുടെ കൂടെ ഒരു അണ്ണാനും ചേർന്നിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ അവർ 3 പേരും വളരെ സൗഹാർദ്ദത്തോടെ ഉള്ള ഭക്ഷണം പങ്കുവച്ച് കഴിക്കുകയാണ്. ഇനിയും ചില വിശിഷ്ടാതിഥികളൊക്കെ വരാനുണ്ട്. എല്ലാവർക്കും ഉള്ള ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. ധാരാളം ചോറുണ്ട് അതിൽ. അതിൻ്റെ സൈഡിൽ കുറേ പുഴുങ്ങിയ കടലയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ചോറ് കഴിക്കും, അല്ലെങ്കിൽ കടല കൊത്തി തിന്നും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അണ്ണാൻ പോയി വന്നു. എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ടാൽ പേടിച്ച് ഓടിപ്പോവും, വീണ്ടും വരും. അങ്ങനെയാണ് അണ്ണാൻ്റെ കാര്യം. അണ്ണാന് പേടി കൂടുതലാണ്. കിളികൾക്ക് അത്രയില്ല. കിളികളും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ അവരും ഓടിപ്പോവും, പറന്നു പോവും, പിന്നെ വീണ്ടും വരും. ഇനി അടുത്ത അതിഥി ആരാണെന്ന് നോക്കാം. ഇവരുടെ പിന്നാലെ ഇനി വേറെ 1-2 അതിഥികളും കൂടെ വരാനുണ്ട്. അവരൊക്കെ വരും, ഭക്ഷണം കഴിച്ച് എല്ലാവരും പോവും. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കിളികൾക്കും മറ്റ് നായ്ക്കും പൂച്ചയ്ക്കും മറ്റൊരുപാട് കിളികൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് കിട്ടാനൊന്നും സാധിക്കില്ല. മയിലുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ചെമ്പോത്തുണ്ട്, മരംകൊത്തിയുണ്ട്, ഒരുപാടുണ്ട് കിളികൾ. നേരം വെളുത്ത കിളികളുടെ ശബ്ദം ഒരുപാട് കേൾക്കാം. ഒരുപാട് ഇവിടെ വരുന്നുണ്ട്, നമ്മളായിട്ട് അടുത്ത് ഇടപഴകുന്നുണ്ട്. ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് അവർക്കൊക്കെ. കാക്കകൾ ധാരാളം വരാറുണ്ട്. അവർക്കും ഭക്ഷണം, പല രീതിയിലുള്ള ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ പൂത്താങ്കിരി എത്തി. അടുത്ത അതിഥി എത്തി പൂത്താങ്കിരി 1, 2 2 ഇപ്പോൾ കാണാം. ഇനി ആരെങ്കിലുമൊക്കെ വരും. പൂത്താങ്കിരി വലിയ കൂട്ടായിട്ട് വരുന്നവരാണ്. അവർ വന്നാൽ പിന്നെ വലിയ ബഹളമാണ്. കുറേ നേരം വെള്ളം കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ, അടുത്ത സ്ഥലത്തേക്ക് പോവും. ഇപ്പം 2 നമുക്ക് 3ാമത്തെ എത്തിക്കഴിഞ്ഞു. 3 ആളായി. ഇപ്പം 3 ആളും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിളികൾക്ക് ചിലമ്പലും കിളികൾക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ വളരെ മനസ്സിന് നമുക്ക് വളരെ ഉന്മേഷവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ ധാന്യങ്ങളൊക്കെ കൊടുക്കും, ചിലപ്പോൾ ചോറ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കും. അതിൽ കടല, പയർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊത്തി തിന്നും. ഇനി മൈനകൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇനി അതിഥികൾ ആരെങ്കിലും വരാൻ ഉണ്ട്. 1-2 അതിഥികൾ ചിലപ്പോൾ വരും. നോക്കാം ആരാ വരാമെന്ന്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ. കൂടുതൽ കൃഷി സംബന്ധമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വരണം കിട്ടിയപ്പോൾ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും കൃഷി തന്നെ വരും. വേറൊരു അതിഥി വന്നു, കാക്കയാണ്. കാക്ക ഒന്ന് ഒരെണ്ണേ ഉള്ളൂ. 2, 3, 4 കൂട്ടായിട്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഇതുപോലെ ഇനി പക്ഷികളെ കിട്ടിയാൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് അവതരിപ്പിക്കാം. മയിലിനെ കിട്ടണമെന്നില്ല, പക്ഷേ മയിൽ പേടിച്ച് ഓടിപ്പോവുക. ആളെ കാണുമ്പോഴേക്കും പേടിച്ച്, അത് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അടുത്ത് പോലും പോകാൻ പറ്റില്ല. പിന്നെയും കാക്കയുടെ അടുത്തേക്ക് കുറച്ചൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ കാക്ക നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.